ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബിഗ് ക്വിക്ക് റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓട്സ് കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ്. ഒരുപാട് ചേരുവകളൊന്നും ആവശ്യമില്ല. ഇത് തയ്യാറാക്കാനായിട്ട് വളരെ കുറച്ച് ചേരുവകൾ മതി. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ ഇത് കഴിക്കാവുന്നതാണ്. ഇതുണ്ടാക്കാനായിട്ട് ഒരു കപ്പ് റോൾഡ് ഓട്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇൻസ്റ്റൻറ്റ് ഓട്സ് അല്ല, റോൾഡ് ഓട്സ് ആണ് എടുത്തിരിക്കുന്നത്. റോൾഡ് ഓട്സിലാണ് ഫൈബർ കൂടുതൽ അടങ്ങിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഫൈബർ അടങ്ങിയിരിക്കുന്നത് സ്റ്റീൽ കട്ട് ഓട്സിലാണ്. അതിന് കുക്കിംഗ് ടൈം കൂടുതലാണ്. അതുകൊണ്ട് റോൾഡ് ഓട്സ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം. 5 മിനിറ്റിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. എന്നും ഒരേപോലെയുള്ള ഓട്സ് വിഭവങ്ങൾ കഴിച്ച് മടുത്തവർക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. ഇതിലേക്കിനി ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണോളം മുളക് പൊടിയും ചേർക്കാം. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ്സ് ആണ് ചേർത്തിരിക്കുന്നത്. 1 മണിക്കൂർ മുമ്പേ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണിത്. ധാരാളം ഫൈബറും ഒമേഗ 3 ഫാറ്റി ആസിഡ്സും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഫ്ലാക്സ് സീഡ്സ് ഡെയിലി നമ്മുടെ ഭക്ഷണത്തിൽ കുറച്ചെങ്കിലും ഉൾപ്പെടുത്തുന്നത് ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് ഒരുപാട് നല്ലതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കുതിർത്ത് വെച്ചിരിക്കുന്ന ചിയ സീഡ്സ് ആണ്. 1 ടേബിൾ സ്പൂൺ ചിയ സീഡ്സ് 2 മണിക്കൂർ മുമ്പേ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണിത്. ചിയ സീഡ്സിൻ്റെ ഗുണങ്ങൾ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുള്ളതാണ്. ധാരാളം ഫൈബറും ഒമേഗ 3 ഫാറ്റി ആസിഡ്സും ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. ചിയ സീഡ്സും അതേപോലെ ഫ്ലാക്സ് സീഡ്സും ഓട്സും ഒക്കെ. അതുപോലെ ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ടും ഇതെല്ലാം കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ്. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ബാറ്റർ റെഡിയായി. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് ചുട്ടെടുത്താൽ മതി. കുറച്ച് തിക്കായിട്ടാണ് ഈ ബാറ്റർ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ വെള്ളമൊഴിച്ച് ഞാനിതൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട കാര്യമൊന്നുമില്ല. മിക്സ് ചെയ്തെടുത്ത ഉടനെ തന്നെ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഒരു ദോശാപ്പാൻ ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വയ്ക്കണം. അതിന് ശേഷം വേണം ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒരു തവി മാവ് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. കുറച്ചൊന്ന് പരത്തിയെടുക്കാം. ഒരുപാട് തിന്നായിട്ട് പരത്തേണ്ട ആവശ്യമില്ല. കുറച്ച് തിക്കായിട്ട് പരത്തിയെടുക്കണം. അതുപോലെ തന്നെ ഒരുപാട് വലുപ്പത്തിൽ പരത്തിയെടുക്കരുത്. ഈ ഒരു വലുപ്പത്തിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. അടച്ചു വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് അടിഭാഗം കുക്കായതിന് ശേഷം വേണം ഇത് തിരിച്ചിടാനായിട്ട്. മോൾ ഭാഗമൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്നതിന് ശേഷം വേണം തിരിച്ചിടാനായിട്ട്. ഇല്ലെങ്കിൽ ഓട്സ് ആയതുകൊണ്ട് തന്നെ ഇത് കുറച്ച് സ്റ്റിക്കി ആയിരിക്കും. അപ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡും കൂടെ ഒന്ന് കുക്കായതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതെല്ലാം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ചെയ്ത് കൊടുക്കാനായിട്ട്. മെല്ലെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ഇത് പൊങ്ങി വരുന്നതായിട്ട് കാണാം. കണ്ടില്ലേ? നന്നായിട്ട് തന്നെ ബോൾ പോലെ ഇത് പൊങ്ങി വരും. ഒന്നുകൂടെ ഒന്ന് മറിച്ചിട്ടാൽ മറ്റേ ഭാഗവും ഇതുപോലെ തന്നെ പൊങ്ങി വരും. കണ്ടില്ലേ? നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാനായിട്ടും ഇത് നല്ല ടേസ്റ്റാണ്. ഇടയ്ക്ക് ചിയ സീഡ്സും ഫ്ലാക്സ് സീഡ്സും ഒക്കെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. കറി വേണമെന്നുള്ളവർക്ക് ഏതെങ്കിലും കറി കൂട്ടിയും കഴിക്കാവുന്നതാണ്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു സൈഡ് നന്നായിട്ട് കുക്കായതിന് ശേഷം മാത്രമേ ഇത് മറിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ഇത് പറ്റിപ്പിടിക്കും. ഈ മാവിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടിയൊക്കെ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ചുകൂടി ടേസ്റ്റി ആവും. അപ്പോൾ ഇത് കണ്ടില്ലേ എത്രമാത്രം സോഫ്റ്റാണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാകും. ഇത് തൊടുമ്പോൾ തന്നെ മുറിഞ്ഞു പോരും കേട്ടോ. അത്രയ്ക്ക് സോഫ്റ്റാണിത്. ഒന്ന് ചൂടാറിയതിന് ശേഷം വേണം ഇത് കഴിക്കാനായിട്ട്. ഇല്ലെങ്കിൽ ഇത് കുറച്ച് സ്റ്റിക്കി ആയിരിക്കും. ഓട്സിലായാലും ചിയ സീഡ്സിലായാലും ഫ്ലാക്സ് സീഡ്സിലായാലും ഫൈബർ കണ്ടൻറ്റ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ കുറച്ച് സ്റ്റിക്കി ആയിരിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി വളരെ ഹെൽത്തിയാണ്. അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിലിടണേ. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു അടിപൊളി ഹെൽത്തി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ.